നമ്മൾ എത്രയോ സമരങ്ങൾ ശബരിമലയിലെ ആചാരത്തെ തകർക്കാൻ പരിശ്രമിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് ആരെങ്കിലും കഴിക്കാൻ ഭക്ഷണം തരാൻ റോഡിൽ ഉണ്ടാകുമോ എന്നാലോചിക്കാതെ ഏത് സ്ഥലത്തായിരിക്കും നമുക്ക് കിടന്നുറങ്ങേണ്ടി വരിക എന്ന് ചിന്തിക്കാതെ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ അമ്മമാരും വീട് വിട്ട് പുറത്തിറങ്ങിയ ഒരു ചരിത്രം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ശബരിമലയിലെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു രാഷ്ട്രീയമായിരുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഈശ്വരീയമായിട്ടുള്ള സാധനാക്രമം അറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ഭഗവാനെയും ഭഗവതിയെയും എങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണമെന്നും ആചാരത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഈശ്വരീയതയുടെ സംസ്കാരത്തെ അത് നമ്മിലേക്ക് പകർന്നു തരാൻ നമ്മളെക്കാൾ കൂടുതൽ അറിവും പ്രാപ്തിയുമുള്ള നമ്മുടെ സങ്കല്പങ്ങളെ കുറിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളും നിലനിന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ സാധിക്കുന്നവരുടെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ആളുകൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്തുണ്ട്. അവരിൽ ഒരുപക്ഷെ ഒരാൾ പോലും രാഷ്ട്രീയം നോക്കിക്കൊണ്ടല്ല അയ്യപ്പന്റെ വിശ്വാസത്തെ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ശ്രീധരൻപിള്ളയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നില്ല. നമ്മൾ ആലോചനാ യോഗം നടത്തിയില്ല. പാർട്ടിയുടെ നയം എന്താണ് എന്ന് ഏകീകരിക്കപ്പെട്ടില്ല. ചർച്ചകൾ നടന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉൾപ്പെടെ 2-3 ആളുകൾ മാത്രം ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് തീഷ്ണമായിട്ടുള്ള സമര പോരാട്ടം ഇവിടെ അമ്മമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അതിന് സർവാത്മന പിന്തുണ അന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെയാണ്, ഒരൊറ്റ വാക്കിലൂടെയാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി നയം രൂപീകരിച്ചിട്ടുണ്ടോ? ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയ ആളാണ്. ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ഈശ്വരൻ ദേവനോ ദേവിയോ ആ ക്ഷേത്രങ്ങൾക്കകത്ത് ചൈതന്യം പകർത്തിക്കൊണ്ട് ആ വിശുദ്ധിയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ ചൈതന്യത്തെ ഞങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ യോഗം ചേർന്നിട്ട് വേണ്ട ആ ഭഗവാന്റെയും ഭഗവതിയുടെയും ആചാരക്രമത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ ഓരോ അമ്മമാർക്കുമെന്ന് അന്ന് ആ മാധ്യമ പ്രവർത്തകനോട് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടാകും. പിന്നെ നമ്മൾ കാണുന്നത്, നമ്മൾ നിലയ്ക്കൽ വരെ പോയി, നമ്മൾ പമ്പ കടന്നു. എവിടെ വരെയാണോ 50 വയസ്സിന് താഴെയുള്ള ഓരോ സഹോദരിയും എത്താൻ ആഗ്രഹിക്കുന്നത് ആ മേഖലകളിലേക്കെല്ലാം നമ്മൾ കടന്നു ചെന്നു. അവിടെ നമ്മൾ പ്രതിഷേധിച്ചു, നമ്മൾ പ്രതികരിച്ചു. ഇന്നെന്താ സംഭവം? അന്നെല്ലാം ഒരൊറ്റ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏതെങ്കിലും ഒരു സമരത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ലീഡറെ നിങ്ങൾ റോഡിൽ എവിടെയും കണ്ടിട്ടുണ്ടാകില്ല. ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വിഷ്വലുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. ആ പഴയ വിഷ്വലുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവ് 10 കേസിൽ പ്രതിയായിട്ടുണ്ടോ? അയ്യപ്പന്റെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കേസിൽ പോലും പ്രതിയായിട്ടില്ല. എന്തിനേറെ, എല്ലാവരും ന്യായീകരണ തൊഴിലാളികളായിട്ട് അവർ സുഖമായിട്ട് വീടിനകത്തിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ജയിലിൽ പോയി. ഞാൻ ഉൾപ്പെടെ എത്രയോ ആളുകൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു രീതിയിലും നമ്മൾ പിന്തിരിയാതെ മരണം വരെ നിരാഹാരം കിടക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. ഓരോരുത്തരും 10 ദിവസവും 11 ദിവസവും കഴിഞ്ഞ് തളർന്നു വീഴുമ്പോൾ കേരള പോലീസ്
അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ ഡോക്ടർമാർ വന്ന് ആ വേദിയിൽ വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പരിശോധിച്ചിട്ട് നിരാഹാരം അവസാനിപ്പിക്കില്ല എന്ന് തീരുമാനം പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം തന്നെ ആരാധിക്കുന്ന രാമൻ പിള്ള സാറിനെയും അയ്യപ്പൻ പിള്ള സാറിനെയും ഒ രാജഗോപാൽജിയെയും ഇവിടെ നിൽക്കുന്ന ജില്ലയുടെ അമരക്കാർക്ക് ഓർമ്മയുണ്ടാകും, അവരെ സമരപ്പന്തലിലേക്ക് പറഞ്ഞയച്ചു. രാജേട്ടൻ വന്ന് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് കേടുപറ്റിയാൽ ആരുത്തരം പറയും, ആര് സമാധാനം പറയും? ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞത് 10ാമത്തെ ദിവസത്തിന് ശേഷമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്. എന്നാൽ തളർന്നു വീഴുന്നത് വരെ, മരണം സംഭവിച്ചാലും വേണ്ടില്ല, ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ചത് അന്ന് ഞങ്ങൾക്ക് നിയമസഭയ്ക്കകത്ത് ഏതാനും ചില MLA ഉണ്ടായതുകൊണ്ടല്ല, ആ MLA ഇനി എണ്ണം വർദ്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണകൂടത്തിനെ നിയന്ത്രിച്ചതുകൊണ്ടല്ല. ഞങ്ങൾ എടുത്ത തീരുമാനം, ഞങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു സംസ്ഥാനത്തിന്റെയും മുഖ്യമന്ത്രി അല്ല തീരുമാനിക്കേണ്ടത് എങ്ങനെയായിരിക്കണം അമ്പലങ്ങളിലെ ആരാധന, എങ്ങനെയായിരിക്കണം പള്ളികളിൽ പോകുന്നവന്റെ മതപണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരാധനക്രമം. ഇത് തീരുമാനിക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം, അത് ക്രിസ്ത്യനാകട്ടെ, മുസൽമാനാകട്ടെ, ഹിന്ദുവാകട്ടെ, ഒരു മുഖ്യമന്ത്രിക്കും തീട്ടൂരം ചാർത്തി കൊടുത്തിട്ടില്ല എന്ന വാചകത്തിന്റെ അടിയിൽ അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എന്നാൽ ഇപ്പോ കോൺഗ്രസ് പദയാത്ര നടത്തുകയാണ്. അതായത് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് മിസ്റ്റർ രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്താണ്? ശബരിമലയിലെ ആചാര സംരക്ഷണം അത് കോൺഗ്രസിന് ഒരു വിഷയവും അതിനകത്തില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ നിന്ന് രാഹുൽ പറയണമെങ്കിൽ ആര് ഉപദേശിക്കണം? ശ്രീമാൻ KC വേണുഗോപാൽ ഉപദേശിക്കണം. ശ്രീമാൻ KC വേണുഗോപാൽ കൃത്യമായി ഉപദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ശബരിമലയിലെ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ ഉണ്ടല്ലോ, ആ സമരങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. ആ സമരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സമരക്കാർക്ക് കരുത്തു പകരുന്ന രീതിയിൽ കോൺഗ്രസിന്റെ പ്രതികരണം വേണ്ട എന്ന് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു, പ്രത്യക്ഷമായ സമരത്തിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുന്നോട്ട് പോകരുത് എന്നാണ് തീരുമാനമെടുത്തത്. ഓർമ്മയുണ്ടാകും മാധ്യമ സുഹൃത്തുക്കൾക്ക്, ശരിയല്ലേ? ഞങ്ങൾ നിരവധിയായിട്ടുള്ള കേസുകളിലൂടെ മുന്നോട്ട് പോയി. ഞങ്ങൾ ആ കേസുകളിൽ ജാമ്യമെടുക്കാൻ വേണ്ടി കോടതി മുറികൾക്കകത്ത് കയറി നിന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിലോ, ഒരു കൊലക്കേസിന്റെ പേരിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്യായം ചെയ്തതിന്റെ പേരിലോ അല്ല, 100 കണക്കിന് കേസുകൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ പേരിൽ ചാർത്തി തന്നത്. പവിത്രമായി 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് ശബരിമല സന്നിധിയിൽ ചെന്ന് ആ ഇരുമുടിക്കെട്ട് പരിപാവനമായി സൂക്ഷിക്കേണ്ടതിന് പകരം അന്നത്തെ കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൂടെയുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്ന് മത്സരിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ മത്സര സമയത്ത് ഞാൻ പറഞ്ഞു, ശ്രീമാൻ കടകംപള്ളി എന്ന് പറയുന്നത് പൂതന വേഷധാരിയായിട്ടാണ് വന്നത്. അപ്പൊ കേസ് കൊടുത്തു, ശരിയല്ലേ? പൂതന എങ്ങനെയാണ് വന്നത്? ഇന്ന് അയ്യപ്പന്റെ ആചാരത്തെ തകർക്കാൻ, അയ്യപ്പന്റെ ശബരിമലയെ പങ്കിലമാക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് അന്ന് ശ്രീമാൻ കടകംപള്ളി ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു കൊണ്ട് പരിശ്രമിച്ചത് സാക്ഷാൽ കൃഷ്ണനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന പൂതനയെ പോലെയാണ് എന്ന് ഞാൻ കഥാരൂപത്തിൽ, ചരിത്ര രൂപത്തിൽ പ്രസംഗിച്ചപ്പോൾ എനിക്കെതിരൊരു കേസ് കൊടുത്തു. ഇന്നിപ്പോ എന്താ സ്ഥിതി? കോടതി SIT-യുടെ അന്വേഷണം വന്നത് കോടതിയുടെ ആവശ്യാർത്ഥമാണ്, അല്ലേ? കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ, ഭക്തന്മാർ പ്രതികരിച്ചപ്പോൾ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യാർത്ഥമല്ല SIT ഉണ്ടായതാണോ? ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങളിൽ ഒന്നായിട്ടുള്ള കോടതിയുടെ നേതൃത്വത്തിൽ SIT-യുടെ അന്വേഷണം വന്നു. എന്നാൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. കോടതി നിരീക്ഷിച്ചുകൊണ്ട് അന്വേഷണം ഘട്ടം ഘട്ടമായി
നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവസാനം മിസ്റ്റർ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ SITയുടെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനമെടുത്തു. കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ച സമയത്ത് ആക്ഷൻ ഉണ്ടായി. എന്താ ആക്ഷൻ? ചോദ്യം ചെയ്തു. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ട് കിട്ടിയ റിപ്പോർട്ട് എവിടെ? ഏത് റിപ്പോർട്ടാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു വാങ്ങണമെന്ന് ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നീതിന്യായ കോടതിയോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടിയത്? ആ കിട്ടിയ വിവരങ്ങൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടോ SITയുടെ ഉദ്യോഗസ്ഥന്മാർ? അത് ചോദിച്ചു വാങ്ങാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി നീതിന്യായ കോടതി തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് കോടതിയോട്. മറ്റൊരാളെ ചോദ്യം ചെയ്തു, 4 പേരെ ചോദ്യം ചെയ്തു. ഇപ്പോ ഈ അടുത്ത കാലത്ത് ശ്രീമാൻ അടൂർ പ്രകാശനെ, മറ്റു 2 നേതാക്കന്മാരെ 4 പേരെ ചോദ്യം ചെയ്തിട്ട് ആ ചോദ്യം ചെയ്തതിന്റെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കോടതി ചോദിച്ചു വാങ്ങാത്തത് എന്നുള്ള സംശയം അത് ജനങ്ങളുടെ, വിശ്വാസികളുടെ മനസ്സിൽ നിലകൊള്ളുകയാണ്. ആ സംശയം വിശ്വാസികളുടെ മനസ്സിൽ നിലകൊള്ളുമ്പോൾ എല്ലാവരും ആദരവോടുകൂടി നോക്കുന്ന നീതിന്യായ കോടതി തീർച്ചയായിട്ടും ആ റിപ്പോർട്ടുകൾ ചോദിച്ചു വാങ്ങണമെന്നും അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നും നീതിന്യായ കോടതിയോട് പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോ SIT എന്ന് പറഞ്ഞാൽ ഫ്രീസറിലാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് SITയുടെ അന്വേഷണം നടക്കുന്നു. അത് ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്നു. എന്നാൽ ശ്രീമാൻ കടകംപള്ളിയെ ചോദ്യം ചെയ്തതിനു ശേഷം, ശ്രീമാൻ അടൂർ പ്രകാശനെ ചോദ്യം ചെയ്തതിനു ശേഷം, പിന്നെ കേട്ടത് റോഷിയെ ചോദ്യം ചെയ്തതിനു ശേഷം ഈ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരെയും ചോദ്യം ചെയ്തതിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും, ഒരു വിശകലനവും കോടതി മുമ്പാകെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് SIT ഉദ്യോഗസ്ഥന്മാരെ ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് എന്നത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനും അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഈ വിശ്വാസമില്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? ഈ ദേവസ്വം ബോർഡിനകത്ത് അയ്യപ്പന്റെ കട്ടിള പൊളിച്ചാൽ പ്രശ്നമല്ല, അയ്യപ്പന്റെ വാജിവാഹനം കാണാതായാൽ പ്രശ്നമല്ല, അയ്യപ്പന്റെ ആചാരം തകർന്നാൽ പ്രശ്നമല്ല, അയ്യപ്പന്റെ കട്ടിളപ്പാളിയും അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെയും ഹൃദയമായിട്ടുള്ള വസ്തുവകകൾ അത് രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ കുഴപ്പമില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനും അതുപോലെ തന്നെ ചില കാട്ടുകള്ളന്മാരും ചേർന്ന് അവർ അന്യായം ചെയ്തുവെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ മാഷുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെയും നിങ്ങളുടെയും മുന്നിൽ നമ്മൾ കണ്ടു കേട്ടു. എന്താ സ്റ്റേറ്റ്മെന്റ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറയുന്നത് തന്ത്രി പെരുങ്കള്ളനാണ് എന്നാണ്. അപ്പൊ മാഷെ, ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മാഷക്ക് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് നട്ടലുണ്ട് എന്നാണ്. അപ്പോ ഗോവിന്ദൻ മാഷക്ക് നട്ടലുണ്ട് എന്നെങ്കിലും മിനിമം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാനുള്ള ഒരപേക്ഷ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. ഇത് ശ്രീമാൻ ചടയൻ ഗോവിന്ദനെ പോലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെ, AK ഗോപാലിനെ പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ തന്നെ തലതൊട്ടപ്പന്മാരിരുന്ന അവരൊക്കെ പ്രവർത്തിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലീഡറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് അന്യായമാണ് എന്ന് പറയേണ്ടതിന് പകരം കടകംപള്ളിയെ ചോദ്യം ചെയ്തതിന്റെ റിപ്പോർട്ട് അത് തന്റെ ഇടത്തോടുകൂടി കോടതിക്ക് കൈമാറണമെന്ന് SIT ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ടതിന് പകരം നിങ്ങൾ നാട്യക്കാരൻ മന്ത്രി കടകംപള്ളി പുറത്ത്, പഴയ മന്ത്രി പുറത്ത്,
വാസവൻ പുറത്ത് തന്ത്രി അകത്തുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, മാർക്സിസ്റ്റ് പാർട്ടി, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെയും ആശങ്കയകറ്റാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ, ഞാൻ ഇതുവരെ അദ്ദേഹത്തെ മിസ്റ്റർ ഗോവിന്ദൻ എന്ന് വിളിച്ചിട്ടില്ല, ഗോവിന്ദൻ മാഷ എന്നേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ പറയുകയാണ്, മിസ്റ്റർ ഗോവിന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അങ്ങ് അതിനുള്ള തന്റെ ഇടം കാണിച്ചില്ലെങ്കിൽ നാണം കെട്ട ഒരു മനുഷ്യനായി അങ്ങ് ഈ കേരളത്തിന്റെ തെരുവീതിയിൽ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പ്രദേശത്ത്, ഇവിടെ വസതിയുടെ പരിസര പ്രദേശത്ത് അല്ലെ, ഞങ്ങൾ ഇവിടെ ഈ വിളക്ക് കത്തിച്ചു വെക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. ഞങ്ങൾ ചൊല്ലും, അജ്ഞാന തിമിരാം ദസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. അങ്ങനെ ചൊല്ലിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ കൈരളി ഭൂമിയിൽ വിശ്വാസികളുടെ നെഞ്ചിൻ കൂട് പിഴുതെറിയാൻ പരിശ്രമിച്ച അന്ധകാരത്തിന്റെ ഉടമയായ ഈ പിണറായി വിജയന്റെ മനസ്സിലേക്കും എന്താണ് വെളിച്ചം സന്നിവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കും. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ജപിക്കും. ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ അപേക്ഷിക്കും, നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം. ഈ നാട്ടിലെ പാവപ്പെട്ടവരോട് കൂറില്ലാത്ത, താല്പര്യമില്ലാത്ത, ആലപ്പുഴയിലെ ഹരിപ്പാടിലെ പിഞ്ചുകുട്ടിയുടെ വിരൽ കടിച്ചു പറിച്ചു മുറിച്ചെടുത്ത ആ നായയുടെ ആക്രമണത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കാത്ത, ഇവിടെ ഹൃദയം പൊട്ടി മരിച്ച തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ വേണുവിന്റെ കുടുംബത്തോട് നീതി പുലർത്താൻ സാധിക്കാത്ത, ഈ കേരളത്തിന്റെ മണ്ണില് ഹരിപ്പാടില് ഡയാലിസിസിന് പോയ മജീദിന്റെ കുടുംബത്തിനെ അനാഥമാക്കിക്കൊണ്ട് മജീദക്ക പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പുറത്ത് രാമചന്ദ്രൻ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞുകൊണ്ട് സാധാരണക്കാരന്റെ ജീവന വില കൽപ്പിക്കാതെ അമേരിക്കയിൽ പോയി സുഖവാസം നടത്തി നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മന്ത്രിപുങ്കന്മാരുടെയും കൂടെ വിദേശ യാത്ര നടത്തുമ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഉള്ളുരുകിക്കൊണ്ട്, ഇനി ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തിന് വാതായനങ്ങൾ തുറന്നു കൊടുക്കരുത് എന്ന് ഞങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയും ചൊല്ലും. ഞങ്ങൾ ചൊല്ലും, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള RSSകാർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണെന്നറിയുമോ? സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം ആപ്നുവേദെന്നുള്ള മംഗള ശ്ലോകം ഞങ്ങൾ ചൊല്ലുകയാണ്. ആ മംഗള ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: ഇത് വസുധയാണ്, ഇത് ഭൂമിയാണ്, ഇത് ലോകം മുഴുവനുമുള്ള ഇളകുന്നതും ഇളകാത്തതുമായ സർവചരാചരങ്ങൾക്കും നന്മയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച വിശ്വാസിയല്ലാത്ത സന്യാസിമാർക്ക് ചാർവാകൻ എന്ന് പേരിട്ടുകൊണ്ട് ചാർവാകന്റെ സിദ്ധാന്തത്തെ പകർന്നു കൊടുത്ത ആ നാടിന്റെ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. കാശ്മീരിൽ BJPക്ക് വരാമെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഹരിയാനയിൽ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ, മധ്യപ്രദേശിൽ നമുക്ക് ഭരണമുണ്ടെങ്കിൽ, രാജസ്ഥാനിൽ നമുക്ക് ഭരണമുണ്ടെങ്കിൽ, വലിയ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ നമുക്ക് ഭരണമുണ്ടെങ്കിൽ, ഉത്തർപ്രദേശിൽ നമുക്ക് ഭരണമുണ്ടെങ്കിൽ, 16 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, 1/2 ഡസനോളം വരുന്ന സ്ഥലങ്ങളിൽ ഘടകകക്ഷിയോട് ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും നാടിനെ നോക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി യാചിക്കുന്നവർക്ക് വേണ്ടി, വിശ്വാസി സമൂഹത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നേർരേഖയിലൂടെ യാത്ര ചെയ്യാനുള്ള ജനതയെ നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ഗുരുവായൂരിലും ശബരിമലയിലും പോയി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്താണ്? കയ്യിൽ തീർത്ഥം തരുമ്പോൾ ആ തീർത്ഥം താഴേക്ക് കളയാതിരിക്കുന്ന ഒരു മന്ത്രി ഉണ്ടാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗുരുവായൂരപ്പന്റെ ഏകാദശി ദിവസം അവിടെ എന്ത് പൂജ നടത്തണമെന്നും ആ പൂജ വെട്ടിക്കുറയ്ക്കണമെന്നും കദളിപ്പഴത്തിന് പകരം
പൂവൻപഴം കൊടുക്കണമെന്നും തീരുമാനമെടുക്കുന്നവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കും. എന്താണ്? ഇതെല്ലാം അകന്നു പോകണേ എന്ന് പ്രാർത്ഥന നടത്തും. അതിനർത്ഥം ആ പ്രാർത്ഥനയുടെ ഗുണം 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിന് കിട്ടണം എന്നുള്ളതല്ല. ആ പ്രാർത്ഥനയുടെ ഗുണം ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം മാറി മാറി നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത UDF-ഉം LDF-ഉം ചേർന്നുകൊണ്ടാണ് ഈ കേരളം ഈ രീതിയിൽ മുച്ചൂടും മുടിച്ചതെങ്കിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും. എന്താണ്? ഒരാഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നുവോ അന്നേക്ക് ഞങ്ങൾ ഈ കണക്കെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയിക്കും. ഉപ്പ് തിന്നവനെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതും ഈ ദൈവീക സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി പറയും എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഈ നാടിനെ മാറ്റാൻ, വികസനത്തിന് കാതോർക്കുന്ന ഒരു പൊതുസമൂഹം നമുക്ക് വേണമെന്നും ആ പൊതുസമൂഹത്തിന്റെ കാവൽക്കാരായിട്ട് ജനാധിപത്യത്തിന്റെ തൂണുകളിൽ ഒന്നായ മാധ്യമ സുഹൃത്തുക്കൾ മാറണമെന്നും അഭ്യർത്ഥന നടത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ കേട്ടതിന് ഹൃദയപൂർവ്വം നിങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.